Shri VKC Rasak, the Managing Director of VKC Group, a leading Indian footwear manufacturer with 6 power brands and operation across 24 units in India, along with 3 in Sri Lanka, Sudan and Bangladesh. His achievements have earned VKC prestigious awards, including the Iconic Brand of India Award and the Most Promising Business Leader of Asia Award in 2023. Respected dignitaries, ആദ്യം തന്നെ VKC ഗ്രൂപ്പിന് ഈ ഒരു അവാർഡ് തന്ന ഇൻമെക് ഭാരവാഹികളെയും അതിൻ്റെ ജൂറിയെയും VKC ഗ്രൂപ്പിന് വേണ്ടി അതിൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. മറ്റ് വിജേതാക്കളെ അഭിനന്ദനവും അറിയിക്കുന്നു. ഇതിൽ പറഞ്ഞതുപോലെ 1984 നിങ്ങളെല്ലാവരും ഹവായ് ചെരുപ്പ് ഉപയോഗിച്ചിരുന്ന ആളുകളായിരിക്കും. 3 കസ്റ്റമറിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് VKC മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുമ്പ് ഹവായ് ചെരുപ്പ് എന്ന് പറയുന്നത് 2 ലെയറിലാണ്. അതായത് മേലെ ഒരു വൈറ്റ് കളറും താഴെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബീജ് കളർ. അന്ന് 3 പ്രശ്നമായിരുന്നു കസ്റ്റമർ നേരിട്ടുകൊണ്ടിരുന്നത്. ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേലത്തെ വൈറ്റ് ലെയർ തേഞ്ഞു പോകും. തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നുകിൽ നീല അല്ലെങ്കിൽ ആ വെള്ള കളറ് കാണും. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പം അല്ലെങ്കിൽ പൊതുവെ പരിപാടിക്ക് പോകുമ്പം ആ ചെരുപ്പ് അഴിച്ചിട്ട് കയറാൻ നമുക്ക് മനസ്സിലൊരു പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ തിരക്കിട്ട് നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാൽ ആ സ്ട്രാപ്പ് അങ്ങ് ഊരിപ്പോരും. അപ്പോൾ പിന്നെ നമ്മൾ വല്ല പെന്നോ സ്പൂണോ എല്ലാം എടുത്തിട്ട് വേണം അത് തിരിച്ച് സ്ട്രാപ്പ് ഒറിജിനലായിട്ട് മാറ്റിയിടാൻ. 3ാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ചവിട്ട് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ബട്ടൺ അങ്ങ് പൊട്ടിപ്പോകും. പിന്നെ ചെരുപ്പ് ബട്ടൺ പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല, പൊട്ടിയ പരിചയം എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 3 പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു സിംഗിൾ ലെയർ ചെരുപ്പ്, അതായത് തേഞ്ഞ് ഭൂമി കാണുന്നത് വരെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പ്, സ്ട്രാപ്പ് നല്ല റബ്ബറിൻ്റെ കണ്ടൻറ്റ് കൂട്ടി പൊട്ടിപ്പോകാത്ത സ്ട്രാപ്പ്, സോളിൽ സിന്തറ്റിക് റബ്ബറിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയത് കൊണ്ട് പെട്ടെന്ന് സ്ട്രാപ്പ് ഊരി പോരാത്ത ചെരുപ്പ്. സ്ട്രാപ്പ് ഊരിയാൽ അതിടാൻ അതിനേക്കാളും കഷ്ടപ്പാടാണ് കേട്ടോ. ഈ ഒരു മാർക്കറ്റിൽ ഇറക്കിയാണ് VKC ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ 600 ജോഡി ചെരുപ്പുണ്ടാക്കിയിരുന്ന സ്ഥലത്ത് ഇന്ന് ഏകദേശം 6 ലക്ഷം ചെരുപ്പുണ്ടാക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടി VKC എത്തിയിരിക്കുന്നത്. VKC എത്തി നിൽക്കുമ്പം പറയുന്നത് അതിലൊരു ബിസിനസ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം അല്ലെങ്കിൽ ട്രാൻസ്പാരൻസി, എത്തിക്സ്, ഈ 3 കാര്യങ്ങളും നമ്മൾ കയ്യിൽ വിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും, എൻ്റെ ഫാദർ തന്നെ അതിനൊരു ഉദാഹരണമാണ്, വിദ്യാഭ്യാസ യോഗ്യത അധികം ഇല്ലാതെ സ്വന്തം കഠിന പ്രയത്നം, അതായത് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ ജോലിയും എടുത്തിട്ടുള്ള ഹെഡ് ലോഡ് വർക്കർ മുതൽ ട്രോളി വലിക്കുന്ന പണി മുതൽ ഏത് ജോലിയും എടുത്തിട്ടുള്ള അദ്ദേഹം തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് ഈ രൂപത്തിലേക്ക് എത്താൻ പറ്റും. എന്ന് വെച്ചാൽ ബിസിനസ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, അതിനുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടായാൽ മതി. പ്രശ്നങ്ങൾ പല സ്ഥലത്തുനിന്നും വരും. ആ പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അപ്പോഴേ അവരൊരു എൻ്റർപ്രണർ ആകുന്നുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബിസിനസ് പോവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബിസിനസ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്കൊക്കെ പറയാനുള്ളത്. പിന്നെ നമ്മൾ കേരളത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം കൂടെ, നമ്മൾ എപ്പോഴും പറയും കേരളം, ആളുകൾ തന്നെ നമ്മൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ മാതിരി നമ്മൾ തന്നെയാണ് പറയുന്നത് അയ്യോ കേരളത്തിൽ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റെല്ലാ പല സ്ഥലങ്ങളിലും ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുള്ള പരിചയമുണ്ട്. UP-യിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. നമുക്ക് സാധാരണ ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് SSI രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ MSME എക്നോളജ്മെൻറ്റ്, ഉദ്യം രജിസ്ട്രേഷൻ. UP-യിൽ അത് ഓൺലൈനാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷിച്ചു, പക്ഷേ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഓഫീസിൽ പോയി കാണേണ്ടവരെ കണ്ടപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇവിടെ നമ്മൾ ഏകദേശം 12ഓളം MSME രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്നിനും ആരെയും പോയി കാണേണ്ടി വന്നിട്ടില്ല, ഒരു കാശും ചിലവാക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ വേഗം നടക്കുന്നത് മറ്റ് ചില കാരണങ്ങൾ അതിൻ്റെ കൂടെ നടത്തുന്നത് കൊണ്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് കൊടുക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളതും വളരെ ക്ലിയറാണ്. എൻ്റെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സംരംഭത്തിൻ്റെ ഫാക്ടറി ലൈസൻസ് 9 തവണ മടക്കിയിട്ടുണ്ട്. അതെന്താ കാരണം വെച്ചാൽ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടില്ല.
അവസാനം അത് കൊടുത്തതിൻ്റെ ശേഷമാണ് അത് ക്ലിയർ ആയത് എന്നും കൂടി അതിനുള്ള അനുഭവമാണ്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് പേപ്പറും കൃത്യമായിട്ട് കിട്ടും. നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മലയാളികൾക്കായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്, അത് പെട്ടെന്ന് മാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഫോണിന് റേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് പറയും. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ടവർ സ്ഥാപിക്കാൻ വന്നാലോ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൺവീനർ ഞാൻ തന്നെ ആയിരിക്കും. അത് നമ്മുടെ ഒരു നേച്ചറാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമ്മളോട് കൂടി അത് മാറുള്ളൂ. അത് നമ്മളെല്ലാവരും മാറ്റാൻ തീരുമാനിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ. അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ മറ്റുള്ളതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.